എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുമായുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നറിയാം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. ആ ഫയലുകളിൽ ഇഷ്ടമുള്ള ഒന്ന് ആ വ്യക്തിയെ ഓർത്ത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. ആ വ്യക്തിയുമായുള്ള ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ എന്ന ആദ്യ ഫയൽ സ്വീകരിച്ചവരുടെ റീഡിംഗാണ് നാം നോക്കുന്നത്. സംതൃപ്തപരമായ ഒരു ജീവിതം, പക്ഷേ സങ്കീർണവുമാണ്. ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെ നമുക്കിങ്ങനെ വിവരിക്കാം. സംതൃപ്തി നിങ്ങൾക്കുണ്ടാകും തീർച്ചയായിട്ടും, പക്ഷേ സങ്കീർണതകൾ അതിലുണ്ടാകും. അതായത് പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് സംതൃപ്തി ലഭിക്കും. നിങ്ങൾക്ക് സങ്കീർണതകൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ മാറി നിന്നാൽ ആ ജീവിതത്തിൻ്റെ ഒരു സംതൃപ്തി നിങ്ങൾക്കുണ്ടാകില്ല. നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകാൻ സാധിക്കുകയുമില്ല. ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾക്ക് ആ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ തയ്യാറുമാണ്, കാരണം നിങ്ങൾ ആ വ്യക്തിയെ പരിധിയില്ലാതെ സ്നേഹിക്കുന്നുണ്ട്. എന്തെല്ലാം സങ്കീർണതകളും വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നാലും നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിക്കൊപ്പം തന്നെ നിൽക്കും. അല്ലാതെ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തി വല്ലാതെ കുടിയിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി വല്ലാതെ ഉണ്ട്. ആ വ്യക്തിക്ക് അതൊന്നും മറക്കാൻ കഴിയുന്നതല്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നിറഞ്ഞതായിരുന്നു. അതിലൂടെ കടന്നുപോയ ആ വ്യക്തിയുടെ ജീവിതം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്കും ആ വ്യക്തിക്കുമൊക്കെ മനസ്സിൽ കാണാവുന്നതാണ്, മനസ്സിൽ കേൾക്കാവുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ സ്വീകരിച്ചത്. നിങ്ങൾക്കും ആ വ്യക്തിയെ സ്വീകരിക്കേണ്ടി വന്നതും അതുപോലെ തന്നെയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ശത്രുക്കൾ നിങ്ങൾ ഒരുമിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ളവരുണ്ട്, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളവരുണ്ട്. പക്ഷേ ഒരുമിക്കാതെ പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എത്ര റിസ്ക് ആണെങ്കിലും എത്ര പ്രതിസന്ധിയാണെങ്കിലും ഒരുമിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകൂ. അതുതന്നെയായിരിക്കും നിങ്ങളുടെ സംതൃപ്തി. ആ വ്യക്തിയുടെ ജീവിതം, നിങ്ങളുടെ ആ വ്യക്തിയുമായിട്ടുള്ള ജീവിതം ഈ 2ാമത്തെ ഫയൽ തിരഞ്ഞെടുത്താൽ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് നാം ഇപ്പോൾ നോക്കുന്നത്. ജീവിതം ഒരു വലിയ യാത്രയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ആ വ്യക്തിയുമായിട്ടുള്ള ജീവിതയാത്രയിൽ ഒരുപാട് യാതനകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. യാതനകൾക്ക് ഒരു പഞ്ഞം ഉണ്ടായിട്ടില്ല. എത്രയോ തുടങ്ങിയ അന്ന് മുതൽ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരുപാട് വേദനകളും യാതനകളും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ, യാതൊരു കാരണവുമില്ലാതെ നിങ്ങൾ ചിലതൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാതെ തെറ്റ് ചെയ്യേണ്ടി വന്നു. മറ്റുള്ളവർക്കും ഇഷ്ടപ്പെട്ടവർക്കും വേണ്ടി നന്മ ചെയ്ത് അവരുടെ സൗഖ്യത്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചു. പക്ഷേ അവസാനം ചതിച്ചു, വഞ്ചിച്ചു, പറ്റിച്ചു എന്നുള്ള ചീത്തപ്പേര് മാത്രം ഏൽക്കേണ്ടി വന്നു. മറ്റുള്ളവരോട് ആത്മാർത്ഥ സമീപനങ്ങൾ സ്വീകരിച്ച നിങ്ങൾക്ക് മോശമായ അനുഭവങ്ങളാണ് തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതിനോടും വെറുപ്പായി മാറി. സ്നേഹം ഓരോ ആവശ്യത്തിന് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കും സ്വാർത്ഥമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിച്ചവർ പോലും അത്തരം കാര്യങ്ങൾ അവർ ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നി. എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പോലും നിങ്ങൾക്കറിയാത്തൊരവസ്ഥയാണ്. മാനസികമായിട്ടേറെ ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ട്. എല്ലാവരെയും ഞാൻ സ്നേഹിച്ചത് ഇത്തരത്തിലുള്ള
തിരസ്കാരം തിരിച്ചു കിട്ടാനാണോ അല്ലെങ്കിൽ അവഗണന തിരിച്ചു കിട്ടാനാണോ എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാം നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ വെക്കുക. ആ വ്യക്തി ചില സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുകയാണ്. ആത്മാർത്ഥമായ സ്നേഹം ഒരിക്കലും കാണിക്കാൻ ആ വ്യക്തി ധൈര്യപ്പെടുന്നില്ല. ആ വ്യക്തിയും ആലോചിക്കുന്നത് നേട്ടങ്ങളെക്കുറിച്ച് മാത്രമാണ്. എല്ലാം സാമ്പത്തികമായ ഒരു തലത്തിൽ പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് പുല്ലുവിലയാണ് അവരുടെ ഇടയിലുള്ളത്. പക്ഷെ നിങ്ങളുടെ മനസ്സ് ഒരിക്കലും വ്യസനിക്കേണ്ട കാര്യമില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചതിലും മറ്റാരെയെങ്കിലും പരിഗണിച്ചതിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിയതിലും കൃത്യമായ മറുപടി ആ വ്യക്തിക്ക് ലഭിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അത് നിലനിൽക്കുകയുള്ളൂ. നിങ്ങളെ അവഗണിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല എന്നുള്ളതിനാണ്. ആ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില അറിയും. ഒരു വലിയ ചതിയിൽ ആ വ്യക്തി ഉൾപ്പെടും. കാരണം നിങ്ങളെ അവഗണിച്ചതിൻ്റെ ഫലം ആ വ്യക്തി അറിയും. ആ വ്യക്തിക്ക് അത് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അങ്ങനെ കുറ്റബോധത്തോടെ നിങ്ങളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.